ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മാർച്ചുമായി എത്തുകയാണ്. മഹിളാ കോൺഗ്രസ് ആവശ്യം എന്താണ്? മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം ഭരണസമിതി പിരിച്ചുവിടുക എന്നുള്ളതാണ്. നമസ്കാരം. 2.5 വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമുണ്ടായത്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതിയിലേക്ക് മാർച്ചുമായി എത്തുകയാണ്. ഞങ്ങളങ്ങോട്ട് വരും. ഞങ്ങളുടെ സ്വഭാവം മാറും. അവരെ
ബാക്കിലോട്ട് ആട്ടാ. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോണില്ല. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പിണറായിയുടെ എത്ര പോലീസിനെ ഉപയോഗിച്ചാലും ഞങ്ങളെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും. കുട്ടികളെ സംരക്ഷിക്കാൻ കഴിവില്ലാത്ത പോലീസാണ്. ഞങ്ങൾ 5 വനിതകൾ വന്നപ്പോൾ ഞങ്ങളെ തടയാൻ ഇത്രയും പോലീസ്. നാണമില്ലേ പോലീസാറേ? നിങ്ങൾക്ക് നാണമില്ലേ? ഇതിനെക്കാട്ടി നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ അടിവേല ചെയ്താൽ മതി, അടിമപ്പണി ചെയ്താൽ മതി. അതാണ് ഏറ്റവും വലിയ ഉചിതം. നിങ്ങൾക്ക് കുട്ടികളുണ്ട്, നിങ്ങൾ അമ്മമാരാണ്. ഒരു കുട്ടിക്ക് വേദനിച്ച അമ്മയായ നിങ്ങൾക്ക് വേദനിക്കണം. ഞാൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു വേദനയില്ല. ഞങ്ങളെ തടയാൻ മാത്രം നിങ്ങൾക്ക് അതിന് മാത്രം ഉശിര് കാണിക്കുന്നുണ്ട്. ആ ഉശിര് ഇന്നലെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസ് എന്റെ കാല് തൊട്ടുപോവല്ലോ. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇതിനെതിരെ ശക്തമായിട്ടുള്ള സമരമായിട്ടാണ് മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ ഭരണസമിതി പിരിച്ചുവിടാതെ ഒരടി പിറകിലോട്ടില്ല മഹിളാ കോൺഗ്രസ്. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. നമ്മളെല്ലാം അമ്മമാരാണ്. ഇവിടെ ഓരോ നിൽക്കുന്ന എല്ലാവരും അമ്മമാരാണ്. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളെ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ആണോ? അല്ലല്ലോ. അപ്പോൾ അവരെന്താണ് അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് ജോലിക്ക് നിൽക്കുന്നത് അല്ലേ? അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ജോലിക്ക് നിൽക്കുന്നത് അവർ ആണ്. എങ്ങനെ തോന്നി ഈ 2.5 വയസ്സുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഇത്ര അധികം മോശമായിട്ട് ഇവനിങ്ങനെ ക്രൂര പീഡനം ചെയ്യാൻ വേണ്ടി എങ്ങനെ തോന്നി? കോൺഗ്രസിന്റെ ആവശ്യം എന്താണ്? മഹിളാ കോൺഗ്രസിന്റെ ആവശ്യം ഭരണസമിതി പിരിച്ചുവിടുക എന്നുള്ളതാണ്. ഒരാളൂടെ കയറിക്കോ. ഒരാളൂടെ അപ്പുറത്ത് കയറിക്കോ.